PSC പരീക്ഷകൾക്ക് വേണ്ടി ഉറപ്പായും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏത് ചുഴലിക്കാറ്റാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാശം വിതച്ചത്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏത് ചുഴലിക്കാറ്റാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാശം വിതച്ചത്? ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടത്. അത് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമാണ് നാശം വിതച്ചത്. ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് നാമകരണം നടത്തിയത് സൗദി അറേബ്യ എന്ന രാജ്യമാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് മസാറ്റോ കാൻഡ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് മസാറ്റോ കാൻഡ. അദ്ദേഹം 11ാമത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയതാരാണ്? 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയത് മിഷേൽ ബാച്ച്ലേറ്റ് ആണ്. മിഷേൽ ബാച്ച്ലേറ്റിനാണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത്. അവർ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. 1986 മുതലാണ് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നൽകി തുടങ്ങിയത്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഡിസംബർ 21 ഏത് ദിനമായാണ് UN പൊതുസഭ അടുത്തിടെ പ്രഖ്യാപിച്ചത്? ഡിസംബർ 21 ഏത് ദിനമായാണ് UN പൊതുസഭ അടുത്തിടെ പ്രഖ്യാപിച്ചത്? ലോക ധ്യാന ദിനം, വേൾഡ് മെഡിറ്റേഷൻ ഡേ എന്നാണ് ഡിസംബർ 21 UN പൊതുസഭ അടുത്തിടെ പ്രഖ്യാപിച്ചത്. ഒന്നുകൂടെ നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏത് ചുഴലിക്കാറ്റാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിൽ നാശം വിതച്ചത്? ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റാണ്. ഈ ചുഴലിക്കാറ്റിന് നാമകരണം നൽകിയ രാജ്യം സൗദി അറേബ്യ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് മസാറ്റോ കാൻഡ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത്തെ പ്രസിഡന്റ് ആണ് മസാറ്റോ കാൻഡ. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയത് മിഷേൽ ബാച്ച്ലേറ്റ്. അവർ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. 1986 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഡിസംബർ 21 ഏത് ദിനമായാണ് UN പൊതുസഭ അടുത്തിടെ പ്രഖ്യാപിച്ചത്? ഡിസംബർ 21 ലോക ധ്യാന ദിനമായാണ് UN പൊതുസഭ അടുത്തിടെ പ്രഖ്യാപിച്ചത്.